അയ്യോ അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? കുഴപ്പമില്ല കേട്ടോ. നമുക്കും അങ്ങനെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലത്തെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, സോറി. അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ഉമ്മാക്ക് വയ്യല്ലോ, അപ്പോൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല കമൻസ് ഒക്കെ കേട്ടോ. അപ്പോൾ നേരെ വീട്ടിൽ പോവാം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേഗം വരാൻ എഴുതിയിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ. അപ്പോൾ സ്കൂളിൽ പ്രാർത്ഥനയിലുണ്ട്. ഞാൻ എൻ്റെ ചെരുപ്പ് അപ്പുറത്തെടുത്തുണ്ട് കേട്ടോ. പോവാം, നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. എൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ചിക്കൻ പീടിയേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ സമരമായിട്ട് ചിക്കനില്ല. അപ്പോൾ ഇനി വീട്ടിൽ പോവാം. വെയിലാണ്, ഞാൻ അവിടെ നിന്നും എടുക്കാനില്ല, കാരണം വണ്ടികളിങ്ങനെ പോകണോട് എടുക്കാൻ പറ്റില്ല. പെരും വെയിലാണ്. അപ്പോൾ ഏകദേശം പെരേക്ക് എത്താനായിട്ടോ. പെരേക്ക് എത്താൻ നേരത്താണ് ചെറിയൊരു തണലേലും കിട്ടിയത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് ആയതുകൊണ്ടേ റോഡൊക്കെ വണ്ടികളിങ്ങനെ ഇടക്കിടക്ക് പോകുന്നുണ്ട് എന്നുള്ളൂ. പാടം അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ കുറേ വണ്ടികളിങ്ങനെ പോകണമുണ്ട്. അയ്യ, നടന്നു കഴിഞ്ഞു. വെയിലാണ് കേസ്. വെയിൽ വന്നാൽ പിന്നെ എനിക്ക് തലവേദന മാറൂല. അപ്പോൾ ഞാൻ പെരേക്ക് എത്തിട്ടോ. ഇനി പെരയിലുള്ള പണികളൊക്കെ പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെരയിലത്തെ പണികൾ നമ്മുടെ തൊട്ടടുത്ത് വീട് പെയിൻറ് പണിയാണ്. ഞാൻ പറഞ്ഞില്ല, കല്യാണമൊക്കെ ഉണ്ടെന്ന്. അയ്യോ, പെരേക്കത്തൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞു കേസ്. ഇന്ന് പണിക്കാരൊന്നും ഇല്ല തോന്നുന്നുണ്ട്, സൗണ്ടൊന്നും കേൾക്കണില്ല. അപ്പോൾ പെരേക്കത്തി ഞാൻ പെരേക്കെത്തി. ഓക്കെ, ഇനി ഇവിടെ എത്തിയിട്ട് പണികളൊക്കെ കാണാം. ഇന്ന് പണിക്കാരുണ്ട് കേട്ടോ. ഒച്ചയൊക്കെയുണ്ട്, പണിക്കാരുണ്ട്. നല്ല ചൂട്, വെയിൽ. ഓക്കെ, അപ്പം ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഇപ്പം ചോറിന് വെള്ളമൊക്കെ വെച്ചു കേട്ടോ. ഉണ്ടാവും, ചോറിന് വെള്ളമൊക്കെ വെച്ചോണു. അരി ഇട്ടൂണോ? അരിയൊക്കെ ഇട്ടൂണു കേട്ടോ. അത് കറി വെച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ചോളൂ, കുക്കറിൽ ഗ്യാസ്. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അവിടെ ഇട്ടു. അപ്പം ഇന്ന് വലിയ പണിയൊന്നും കേട്ടോ. അവിടെയൊക്കെ തോരനുണ്ട്, ഉണക്കാട്ടിക്കാണ്. ഇപ്പോൾ തിരുമ്പിയാട്ടോ ബെഡ്ഷീറ്റുകളൊക്കെ. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളും തോന്നിയപ്പോൾ ചായയും ബന്നും കഴിക്കട്ടോ. ഞാനും ഉമ്മയും ഇപ്പം എല്ലാവരും കുടിക്കട്ടെ കേട്ടോ, ചായയും ബന്നുമൊക്കെ. മുത്തുമണികളെ കറിയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, മീൻ പൊരിച്ചു, കറി മമ്പയർ കറി കേട്ടോ. കറിയില്ല, കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. അപ്പം മീൻ ഒരു ട്രിപ്പ് പൊരിച്ചു, ഇനി ഒരു ട്രിപ്പ് കൂടെ ഉണ്ട് ലാസ്റ്റ്. അപ്പം ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പോവാം കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പോവാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറേ ജോലിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേസ്. ഒന്നും റെഡി ആയിട്ടില്ല. ഒന്ന് ദുആ ചെയ്യട്ടോ, ജോലി ഒന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട്. ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. 10 മണികളെ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ പെട്ടെന്ന് മേലൊക്കെ നോക്കുമ്പോൾ ഇവിടെ സംഭവം കണ്ടു. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് കേട്ടോ സംഭവം. ഒരു കിളി വന്നിട്ട് ഇവിടെ കൂടുണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിക്കാതെ വിചാരിച്ചു. പക്ഷെ അതിപ്പോൾ പാറിപ്പോയിട്ടോ. എന്തൊക്കെയോ പെറുക്കി കൊണ്ടുവരാൻ വേണ്ടി പോയിക്കാണ്. കൂടുണ്ടാക്കാൻ നിൽക്കുകയാണ്. കണ്ടോ, പകുതി കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണു.
അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ നിലത്ത് കാണുന്നുണ്ടാവും. അപ്പോൾ അത് കൂടുണ്ടാക്കണം. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു. ഇനി വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൂടുണ്ടാക്കണത് കാണിക്കാം. അത് വരികയാണെങ്കിൽ നോക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിക്കണ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പഴുത്ത മാങ്ങ തന്നാ കേട്ടോ ഞങ്ങളെല്ലാവരും പാടെ. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് മുത്തുമണികളെ. മൈ ഫേവറേറ്റ് ഫ്രൂട്ട് പറഞ്ഞാൽ മാംഗോ. അപ്പോൾ മാങ്ങ തിന്ന് കഴിഞ്ഞ് പിന്നെ അനിയൻ്റെ കൂടെ വീട്ടിലോട്ട് പോവാട്ടോ. ഞാൻ ഓനെ ഏതായാലും കോട്ടേജിൻ്റെ മരത്ത് കൂടെ പോവാം. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ അവിടുന്ന് ബൈക്ക് ഇറങ്ങും കേട്ടോ. അങ്ങനെ ബൈക്കുമ്പോൾ പോവാണ്. ഞാൻ അക്ഷയൻ്റെ അവിടെയാണ്. എനിക്ക് അക്ഷയൻ്റെ അവിടെ ഇത് കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി കേട്ടോ. അനിയൻ്റെ കൂടെ വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മളെ കോട്ടേഴ്സ് നമ്മൾ നിൽക്കണേ. അപ്പോൾ ഇനി അക്ഷയയിലൊരു കാര്യം ചെയ്യാണ്ട് പഴയ മടിയില്ല കേട്ടോ വന്നണേ. അപ്പോൾ മുത്തുമണികളെ ഞാൻ വീട്ടിലെത്തിയിട്ടാ കുറച്ച് നേരം കടന്നു. പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനും ഇയമോളും റയ്യാനും ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. വന്നിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ഞാനും റയ്യാനും നമ്മളവിടെ ഉണ്ട് ഒരു കുളം, അങ്ങോട്ട് പോവാട്ടോ. എനിക്ക് നീന്താനൊന്നും അറിയില്ല, കുറച്ചറിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞാനും റയ്യാനും റെസിയും പോയിക്കൊണ്ട് നിൽക്കണം കേട്ടോ. റയ്യാനെ ഇവിടെ ഗ്രൗണ്ടിൽ എന്തോ കളിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്താണെന്ന് അറിയില്ല, പ്രാക്ടീസ് ഒന്നുണ്ട്. എന്തിൻ്റെ നല്ല വെയിലുണ്ട്, ഒരു 4:30 വെയിൽ. ഇവിടെ സ്കൂൾ പണിയൊക്കെ നടക്കണം ഗൈസ്. ഇത് അംഗനവാടി കേട്ടോ, ഇവിടുത്തെ അംഗനവാടി അത്. പിന്നെ ഇത് ഇവിടുത്തെ പള്ളി കേട്ടോ, ഇവിടുത്തെ പള്ളിയാണത്. അപ്പോൾ ഗൈസ് ഇവിടെ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുക കേട്ടോ. എന്താ ഗ്രൗണ്ടിൽ കളിക്കാണ്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. മോനും കൂടെ നോക്കാം. പിന്നെ ഇവിടെ ഒരു എത്തിങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മദ്രസും എത്തിങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ചോട്ട് കുറേ ആൾക്കാർ ഉണ്ട് കേട്ടോ. മോനെയാ കുറച്ചങ്ങോട്ട് എടുക്ക്, അങ്ങോട്ട് എടുക്ക്. അങ്ങനല്ല അങ്ങനല്ല റയ്യാനെ. ഞങ്ങൾ കുളത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അതിന് തിരിച്ച് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ മറക്കരുത്. ഓക്കെ ബൈ.